നമസ്കാരം. ദൂരദർശൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സമകാലികത്തിന്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ത്യയും AI വിപ്ലവത്തിനൊപ്പം ഒരുപടി മുന്നേ സഞ്ചരിക്കാനായി ഒരുങ്ങിയിരിക്കുന്നു. അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും മുൻകരുതൽ നടപടികളുമായി ഇന്ത്യ കുതിക്കുന്നു. ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ AI വിപ്ലവം ലോകശ്രദ്ധയാർജിക്കുകയാണ്. ലോക നേതാക്കളൊക്കെ തന്നെ ദില്ലിയെ ലക്ഷ്യമാക്കി പാഞ്ഞെടുക്കുന്നതും ആ വിപ്ലവത്തിൽ അണിചേരാൻ വേണ്ടിയിട്ടാണ്, നമ്മോടൊപ്പം തന്നെ വളരാൻ വേണ്ടിയിട്ടാണ്. ഈ മാസം 20 വരെ നടക്കുന്ന AI ഉച്ചകോടിയിൽ ആഗോള സാങ്കേതിക രംഗത്തെ CEOമാരും 20ഓളം രാഷ്ട്രത്തലവന്മാരുമാണ് പങ്കെടുക്കുന്നത്. ഈ വിപ്ലവത്തിന് പിന്നാലെ ഇന്ത്യക്ക് സ്വന്തമാകാൻ ഒരുങ്ങുന്നത്, ഇന്ത്യയുടെ ഭാവി എന്താകും എന്നുള്ളതാണ് ഏറ്റവും അധികം ചർച്ചയാകുന്നത്. 45 രാജ്യങ്ങളിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിതല പ്രതിനിധികളും അതുപോലെ തന്നെ ഈ 5 ദിവസത്തെ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാനായി സാധിച്ചിരിക്കുന്നത്. സമകാലികം വിശദമായി തന്നെ ഇത് ചർച്ച ചെയ്യുന്നു. AI വിപ്ലവത്തിന് ഇന്ത്യ സജ്ജമാകുമ്പോൾ നമ്മോടൊപ്പം അതിഥികളായി പങ്കുചേരുന്നു മൈബിസ് ചെയർമാൻ അഡ്വക്കേറ്റ് റജീവ് വസന്ത്, മൈബിസ് സൈബർ ഫോറൻസിക് ലബോറട്ടറി, ഒപ്പം ISMAT ചെയർമാൻ ശ്രീ രോഹിത് കൃഷ്ണൻ, ശാസ്ത്രവേദി സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ അച്യുത് ശങ്കർ, ടെക്ജൻഷ്യ പ്രതിനിധി ശ്രീ ജോയി സെബാസ്റ്റ്യൻ എന്നിവർ. അതിഥികൾക്ക് സ്വാഗതം. ആദ്യം തന്നെ അഡ്വക്കേറ്റ് റജീവ് വസന്ത്, ഇപ്പോൾ ഏവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് തലസ്ഥാന നഗരിയിൽ സംഭവിക്കുന്ന ഈ AI വിപ്ലവത്തെക്കുറിച്ചാണ്. എന്താണ് AI ഉച്ചകോടി, AI സമ്മിറ്റ്? നമസ്കാരം. നമ്മൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് എടുക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ 3 ഡെക്കേഡിൽ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ള ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചസ് ആണ്. അതിൽ അവസാനത്തെ പില്ലർ നമ്മൾ പറയുമ്പോൾ, നമ്മൾ ഇനിഷ്യലി തുടങ്ങുമ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ ഏജ് തൊട്ട് നമ്മൾ തുടങ്ങുന്ന ഇൻ്റർനെറ്റ് ഏജ് കഴിഞ്ഞ് നമ്മൾ കൂടുന്ന മൊബൈൽ വിപ്ലവം കഴിഞ്ഞ് അടുത്തതിലോട്ട് നമ്മൾ AIയിലോട്ട് കാൽ വയ്ക്കുകയാണ്. അപ്പം ഇത് 4ാമത്തെ സമ്മിറ്റാണ്. ആദ്യം നടന്നത് UK-യിലാണ്, പിന്നെ സൗത്ത് കൊറിയയിലും, കഴിഞ്ഞ തവണ ഫ്രാൻസിലും, ഇപ്പം ഇത് ഇന്ത്യ ഒരു പ്ലാറ്റ്ഫോം, സൗത്തിൻ്റെ ലീഡർ എന്ന നിലയിൽ AI ഡൊമെയിനിൽ ഇന്ത്യയുടെ എക്സ്പെർട്ടൈസും നമ്മളുടെ ടാലൻറ്റും ഷോക്കേസ് ചെയ്യാനും അടുത്ത ലെവലിലോട്ട് ഇൻഡിജീനിയസ് ടെക്നോളജി, നമ്മൾ പറയാറുണ്ട് AI എന്ന് പറയുന്നത് പുറത്തു നിന്ന് നമ്മളെല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നതിനെക്കാട്ടിയും നമ്മളുടെ യങ് ടാലൻസ്, ഇന്ത്യൻ ഇൻ്റലക്ച്വൽ പൂൾ ഡെവലപ്പ് ചെയ്യാനും അത് ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാക്കി സൗത്തിൽ ആദ്യമായി ഇതിനെ പ്രസൻറ്റ് ചെയ്യുകയും ഒരു വലിയൊരു ഇവൻ്റാക്കി ഇന്ത്യ ആസ് എ ഓൾ ഈ ഒരു ഇവൻറ്റിന് തുടക്കം കുറിക്കുകയാണ്. നമ്മൾ ടെക്നോളജി നോക്കുമ്പോൾ നമ്മളൊരു പഴയ ഡോസ് യുഗത്തിൽ നിന്ന് വിൻഡോസിലോട്ട് ട്രാൻസ്ഫോർമേഷൻ വന്നു. അത് കഴിഞ്ഞ് നമുക്ക് നോക്കുമ്പോൾ ഒരു ഇൻ്റർനെറ്റ് ബൂം, ഇല്ലെങ്കിൽ നമ്മൾ .com ബൂം 2000-ലൊക്കെ വിറ്റ്നസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ കണക്ക് ഓരോ കാലയളവിലും നമുക്ക് അത് കഴിഞ്ഞ് ഈ മൊബൈൽ ടെക്നോളജിയുടെ ബൂം കാണാൻ പറ്റി. അപ്പോൾ ഇന്ത്യ ഒരു 140 കോടി ജനങ്ങൾ പോപ്പുലേഷൻ ഉള്ള ഇടത്താണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ബ്രോഡ്ബാൻഡ് യൂസേഴ്സിൻ്റെ കണക്കെടുക്കുമ്പോൾ ഏകദേശം 100 കോടി ബ്രോഡ്ബാൻഡ് യൂസേഴ്സാണ് ഉള്ളത്. അതിൽ 800ഓളം യൂസേഴ്സ് മൊബൈൽ പെനിട്രേഷൻ നോക്കുമ്പോൾ അത്രയ്ക്ക് മൊബൈൽ പെനിട്രേഷനും ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് നമ്മൾ ഒരു IT വർക്ക് ഫോഴ്സ് നോക്കുമ്പോൾ ഏകദേശം കാൽക്കുലേറ്റ് നോക്കുമ്പോൾ 50 lakh പ്ലസ് IT പ്രൊഫഷണൽസ് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഇന്ത്യ നമ്മൾ കേരള പെർസ്പെക്റ്റീവ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, സൈബർ പാർക്ക് അങ്ങനെ തുടങ്ങുമ്പോൾ കേരളത്തിൽ ഇതിൻ്റെ വേര് ഉറച്ചിട്ട് ഏറ്റവും ആദ്യം തുടങ്ങുന്നത് നമ്മളെ സ്റ്റേറ്റിൽ നിന്നാണ്. അപ്പം അങ്ങനെ അപ്പോൾ അടുത്ത ലെവലിലോട്ട് പോകുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെ അതിൻ്റെ സ്കില്ല്, റിസോഴ്സ് നമ്മളുടെ ഗവേണൻസിലോട്ടും താഴെത്തട്ടിലോട്ടുള്ള ഒരു ഫാം അല്ലെങ്കിൽ അഗ്രികൾച്ചർ മേഖലയിലും ഒരു ഇൻഡസ്ട്രീസിലും എല്ലാ മേഖലയിലും ഇത് എങ്ങനെ കൊണ്ടുവരാം, അതിനെക്കുറിച്ച് ഉള്ള ഒരു ദീർഘവീക്ഷണത്തിൻ്റെയും, നമ്മൾ പറയും ഡിജിറ്റൽ ഇന്ത്യ വന്നു, അത് കഴിഞ്ഞ് വന്ന നമ്മളിതുവരെ ആദ്യത്തെ സ്റ്റേജിൽ ഒരു ബാക്ക് ഓഫീസ് എന്ന നിലയിലാണ് ഇന്ത്യ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യത്തെ 20 വർഷം വർക്ക് ചെയ്ത് ബാക്ക് ഓഫീസ്, നമ്മളെല്ലാ കമ്പനികളും ബാക്ക് ഓഫീസ് വർക്കായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റിയത് ഒരു 6 to 7 ഇയേഴ്സ് ഹാർഡ്വെയറിന്റെ കാലമാണ്. ഫിൻടെക് ആയാലും ഏത് മേഖലയായാലും, ഹാർഡ്വെയറിലായാലും സോഫ്റ്റ്വെയറിലായാലും എല്ലാത്തിലും ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ്റെ സ്റ്റാർട്ടപ്പുകളുടെ ഒരു ബൂമാണ് ഇന്ത്യയിൽ കാണാൻ കഴിഞ്ഞത്. അവിടെ നിന്ന് അടുത്തൊരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളടുത്ത് AIയിലോട്ട് കാൽവയ്ക്കുന്നു. അത് വളരെ നമ്മൾ 2 ആസ്പെക്റ്റ് ഉണ്ട്, നമുക്ക് ഈ ചർച്ചയിൽ ഡിസ്കസ് ചെയ്യേണ്ടതാണ്.
അതിൻ്റെ പ്രോസും കോൺസും എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കമ്പയർ ചെയ്യുന്ന കണക്കല്ല എയിൽ പോകുമ്പോൾ നമ്മളൊരു വളരെ വളരെ ക്രിട്ടിക്കലായി അതിനെ അല്ലെങ്കിൽ നിരീക്ഷിക്കാനും വളരെ സൂക്ഷ്മമായി ഉപയോഗിക്കാനും. ഇന്ത്യ ആകട്ടെ എ ഉപയോഗിക്കുന്നതിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല. എയുടെ എല്ലാ തലങ്ങളും പരീക്ഷിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യയിലെ യുവ ജനത ആ രീതിയിൽ ആ സാങ്കേതികവിദ്യ പരമാവധി ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. അതിൽ സാങ്കേതികവിദ്യയെ പിന്തുടരുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ കൂടുതൽ തൊഴിൽ മേഖലയിലേക്ക് കടന്നു വരുമ്പോഴുണ്ടാകുന്ന ആശങ്ക വളരെ കാലം മുന്നേ തന്നെ അതേക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ചർച്ചയിൽ സമ്മിറ്റിൽ തന്നെ പറഞ്ഞൊരു വസ്തുതയുണ്ട്. അതായത് 50% ജോലി ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ ഭാവിയിൽ ഉണ്ടായേക്കും. പക്ഷേ എയിലൂടെ 50% പുതിയൊരു ജോലി, പുതിയ തലങ്ങളിലുള്ള ജോലി, അങ്ങനെ ഒരു തൊഴിലവസരം അവിടെ സൃഷ്ടിക്കപ്പെടുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. പൊതുവിൽ ജനങ്ങൾക്കുള്ളൊരു ധാരണയാണ് മനുഷ്യന്റെ ജോലി, പണ്ടുകാലത്ത് റോബോട്ടിനെ കുറിച്ച് പറയുമായിരുന്നെങ്കിൽ ഇന്ന് അധിഷ്ഠിതമായ റോബോട്ടുകൾ വരുമ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ജോലി, തൊഴിൽ സാധ്യതയല്ലേ നഷ്ടപ്പെടുക എന്നുള്ളത്. അതിനെക്കുറിച്ച് കൂടി നമ്മളിപ്പോൾ കമ്പയർ ചെയ്യേണ്ടത്, നമ്മൾ കമ്പ്യൂട്ടേഴ്സ് ഇവിടെ ആദ്യമായിട്ട് കൊണ്ടുവന്നപ്പോൾ നമ്മൾ എങ്ങനെ ജോലി സാധ്യത കുറയുമെന്ന ഇന്റർപ്രിട്ടേഷനിലോട്ട് നമ്മൾ കണക്ട് ചെയ്യണം. നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുമ്പോൾ ജോലിയുള്ള പാറ്റേണിൽ തന്നെ വളരെ വ്യത്യാസമുണ്ട്. മെയിൻ എന്ന് പറയുന്നത് നമ്മൾ റിസോഴ്സ് അപ്സ്കില്ലിംഗ് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട്. നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടത്തുന്ന ഈ മിഷനിൽ തന്നെ 7 പില്ലേഴ്സ് ഉണ്ട്. അതിലൊരു പില്ലേഴ്സാണ് അവരുടെ സ്കിൽ എൻഹാൻസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ കണക്ക് പ്രകാരം 10 lakh ഓഫ് AI പ്രൊഫഷണൽസിന്റെ ആവശ്യം ഈ ഇയറിൽ വരുന്നതാണ്. നമ്മൾ ടോട്ടലായിട്ട് നോക്കുമ്പോൾ മെയിൻലി നമ്മൾ ഓൾറെഡി പല ഡൊമൈനിലും വർക്ക് ചെയ്യുന്നവർ ഒന്നെങ്കിൽ അത് അവരുടെ കപ്പാസിറ്റി ബിൽഡ് ചെയ്യുക, ഇല്ലെങ്കിൽ പുതിയ അക്കാഡമിക് ഇപ്പം തന്നെ ഇവരെ സമ്മിറ്റിലുള്ള ഒരു പില്ലറിൽ പല യൂണിവേഴ്സിറ്റീസും ഇൻസ്റ്റിറ്റ്യൂഷൻസും റിസർച്ചേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഇന്ത്യയിൽ അതിന് വേണ്ട ടാലന്റ് പൂളിനെ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഒരു പില്ലർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫോക്കസ്, അപ്പം അതിൽ അൺഎംപ്ലോയ്മെന്റ് വരും. പക്ഷേ നമ്മളെ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഒരു നേരത്തെ പറഞ്ഞ കണക്ക് ഒരു വർക്ക് ചെയ്ത് കൊടുത്ത് അല്ലെങ്കിൽ ബാക്ക് ഓഫീസ് വർക്ക് എന്നുള്ളത് മാറി ഇന്ത്യ ഒരു ഇൻഡസ്ട്രിയൽ ഹബ്ബായി മാറുന്ന ഒരു എയിലോട്ടാണ് ഇന്ത്യ തിരിയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് നമ്മൾ നേരത്തെ ഒരു ജോബ് പ്രൊവൈഡേഴ്സ് ആയിട്ട് മാറുന്ന ഒരു നേഷനായിട്ടാണ് വരുന്നത്. അത് സ്മോൾ സ്കെയിൽ ആയാലും മീഡിയം സ്കെയിൽ ആയാലും ലാർജ് സ്കെയിൽ ആയാലും. അപ്പോൾ അതിൽ നമ്മൾ നമ്മളെ ഏത് രീതിയിൽ ഇൻഡസ്ട്രിയിലാണ് യൂസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ വേൾഡിന്റെ ഒരു മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറാൻ നേരത്തെ പറഞ്ഞ പോയിന്റിൽ വരുമ്പോൾ നമ്മൾ ഹാർഡ്വെയർ ലിമിറ്റഡ് ആണ്. അപ്പം നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഒരു 10 years ബാക്ക്, 20 years ബാക്ക്, 30 years ബാക്ക് എന്താണ് ടെക്നോളജിയിൽ നമുക്കുണ്ടായിരുന്ന അടുത്തുനിന്ന് ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ ഇന്ത്യയിൽ വന്ന നമ്മൾ ഹാർഡ്വെയറിലും നെറ്റ്വർക്കിലും വന്ന മാറ്റം ഒന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പം വെറുതെ അല്ല, സ്റ്റാൻഫോർഡിന്റെ സ്റ്റഡി പോലും പറയുന്നത് ഇന്ത്യയിലെ തേർഡ് ഇതായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. നമ്മളെ സ്കില്ലിനെ സെക്കൻഡ് പൊസിഷനിലാണ് ഈ വേൾഡിലെ സ്റ്റാൻഫോർഡിലെ സ്റ്റഡി കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ അപ്പോൾ അത് ഓരോന്നും വളരെ ദീർഘവീക്ഷണം കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 2 ആസ്പെക്റ്റ് ആണ്. ഒന്ന്, നമ്മളെ എംപ്ലോയി ആസ്പെക്റ്റിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ വരുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ഇങ്ങനെ ഇപ്പം പറയുന്നത് ഇത്രയും കാലയളവിൽ മാറ്റം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇൻഡസ്ട്രിയിൽ നിൽക്കണമെങ്കിൽ യു നീഡ് ടു ടേക്ക് ദ പെയിൻ. അപ്പം അത് നമ്മളൊരു കാര്യം പഠിക്കാതെ അതിൽ നമുക്ക് മാസ്റ്ററിയോ എക്സ്പേർട്ടോ ആവാൻ പറ്റത്തില്ല. അപ്പം ഒരു എംപ്ലോയി പെർസ്പെക്റ്റീവിലാണെങ്കിൽ യു നീഡ് ടു ടേക്ക് ദ പെയിൻ. ഓരോ ടെക്നോളജിയും നമ്മൾ വരുന്നതിന് വളരെ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും അത് നമ്മൾ ഇൻഡസ്ട്രിയിലോട്ട് ഇത് ചെയ്തോ. ഇപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രി മാത്രമാണ്, മറ്റൊരു നമ്മൾ ഏത് മേഖല എടുത്താലും ലോ ആയാലും ഏതെടുത്താലും നമ്മൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. ഇപ്പം എൻ്റെ ഒരു 10-30 വർഷത്തെ എക്സ്പീരിയൻസിൽ നമ്മൾ യു നീഡ് ടു കീപ്പ് ഇന്ന് ഈ മീറ്റിങ്ങിൽ വരുന്നവർ അപ് ടു ഡേറ്റ് ആയിരിക്കണം. അപ്പോൾ അതാണ് ഈ IT ഇൻഡസ്ട്രിയിൽ ഞാൻ കാണാൻ പറ്റിയിട്ടുള്ളതും നമുക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. ആർക്കും അതിനുശേഷമുള്ള പെയിൻ എടുക്കാനുള്ള ബുദ്ധിമുട്ട് എല്ലാവരിലും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അത് ഒരു സെഗ്മെന്റ് നോക്കണം. പിന്നെ അല്ലാതെ നമ്മൾ അടുത്ത ജനറേഷൻ വളർന്നു വരുന്ന യൂത്ത് അതിലോട്ട് നമ്മളൊരു കരിയർ പെർസ്പെക്റ്റീവ് അല്ല, ഒരു ഓണ്ടർപ്രണർ പെർസ്പെക്റ്റീവിലോട്ട് ചിന്തിക്കുമ്പോൾ ഇത് നമ്മൾ പറയും നേരത്തെ നമ്മളൊരു എക്സ്പോർട്ട് എന്ന രീതിയിൽ ചിന്തിക്കുന്നത്. അപ്പം ആ ഒരു മേഖലയിൽ ഒരു മാനുഫാക്ചറിങ് ക്ലസ്റ്ററായിട്ട് മാറിയാലും ഒരു എക്സ്പോർട്ട് ക്ലസ്റ്ററായിട്ട് മാറിയാലും നമുക്കുണ്ടാവുന്ന ഒരു ഡ്രാസ്റ്റിക് ഗ്രോത്ത് ആണ്.
നമ്മളെപ്പോഴും ആ ഒരു എംപ്ലോയി കൺസെപ്റ്റ് മാറി ആ ഒരു നമ്മളൊരു അടുത്ത ലെവലിലോട്ട് ചിന്തിക്കുകയാണ്. ഇന്ത്യ ഇപ്പം പഴയ ഇന്ത്യയല്ല. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എല്ലാ മേഖലകളിലും ഉണ്ട്. അപ്പം പണ്ട് പറയുന്നത് ഒരു താഴെ തട്ടിൽ ഒരു വീട്ടിൽ നിന്ന് പോലും ഒരു വലിയ രീതിയിൽ പൊങ്ങി വരാൻ പറ്റുന്ന അവസരം പണ്ടില്ലായിരുന്നു, ഇപ്പം വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ പണ്ട് നമുക്ക് ആരെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻഡസ്ട്രിയിൽ വരാൻ പറ്റത്തുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഇഫ് യു ഹാവ് ദ പൊട്ടൻഷ്യൽ, ദ വിൻഡോ ഈസ് ക്ലിയർ ഓപ്പൺ. അതൊരു വലിയൊരു അസറ്റാണ്. അപ്പോൾ ഒന്ന് സ്കിൽ എൻഹാൻസ് ചെയ്യണമെന്നുള്ളത് വാസ്തവം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വരുന്ന ടെക്നോളജി നമ്മൾ ഇപ്പം തന്നെ പല ഇനിഷ്യേറ്റീവ്സും ഇപ്പം തന്നെ ഇതൊന്നും കാണാതെ വിദേശ കമ്പനികൾ ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ കൊണ്ടുവരത്തില്ല. അത് ഗൂഗിൾ ആയാലും മൈക്രോസോഫ്റ്റ് ആയാലും ആമസോൺ ആയാലും ഈ കഴിഞ്ഞ അവർ ഇന്ത്യയിൽ ഫോർകാസ്റ്റ് ചെയ്തിട്ടേക്കുന്ന ഇത്രയും ഫണ്ട് ഇപ്പം നമ്മളൊരു ഒരു ചാറ്റ് GPT ജെമിനിയോ യൂസ് ചെയ്യുന്നതല്ല അതിനെക്കാട്ടിയും അതിൻ്റെ റിയൽ സെൻസിൽ അത് ഇന്ത്യൻ ഫ്ലേവറിൽ അത് യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഡെവലപ്പ് ചെയ്യുന്ന പ്രോഡക്ട്സ് വേൾഡിൽ പിച്ച് ചെയ്യാൻ പറ്റുമ്പോൾ വലിയൊരു നേട്ടമാണ്. ഇന്ത്യ ഒരു വലിയൊരു ഗ്ലോബൽ മാർക്കറ്റായി മാറും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ശരി. അഡ്വക്കേറ്റ് റജി വസന്ത്, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയുമ്പോൾ ഇതിനൊക്കെ ഒരു ചട്ടക്കൂട് വേണ്ടേ? അത് അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം. നമ്മൾ പറയുന്നുണ്ട് ഈ സൈബറിടത്ത് ഏത് സാങ്കേതിക വിദ്യ വന്നാലും അതിനകത്തൊക്കെ തന്നെ മറുവശം കൂടിയുണ്ട്, അതിൻ്റെ ഒരു ഇരുണ്ട വശം കൂടിയുണ്ട്. ഇപ്പോൾ AI പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പല കാര്യങ്ങൾ വളരെ എളുപ്പത്തിലാക്കുന്നു, പല കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ചിന്താശേഷിയെ കൂടുതൽ മെച്ചപ്പെടുത്തിയെടുക്കുന്നു. അതോടൊപ്പം തന്നെ ഡീപ് ഫേക്ക് പോലുള്ള ഭീഷണികൾ നമുക്ക് നിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു നിയമ ചട്ടക്കൂട് അതെങ്ങനെ ആയിരിക്കണം ഇനിയുള്ള കാലഘട്ടത്തിൽ? നമ്മളതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ 5 ലെയറാണ്. അതിൽ പ്രധാനപ്പെട്ടത് ഡേറ്റയാണ്. ഡേറ്റ മെയിൻലി ഒരു ഭാഗം ഡേറ്റ. അതിൻ്റെ 5ാമത്തെ ലെയർ എന്ന് പറയുന്നത് അതിൻ്റെ ഇൻറ്റഗ്രിറ്റി, ഗവേണൻസ്, ആ ആസ്പെക്റ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് സോവറിൻ AI ആണ് ഇന്ത്യയുടെ കൺസെപ്റ്റ്. ഇപ്പം നേരത്തെ പറഞ്ഞ കണക്ക് US മറ്റുള്ള രാജ്യങ്ങളൊക്കെ അത് കൊമേഴ്ഷ്യലും, ചൈന റെസ്ട്രിക്റ്റഡ് AI എന്ന് പറയുമ്പോൾ ഇന്ത്യൻ AI സോവറിൻ AIയിലോട്ടാണ് ഇന്ത്യയുടെ എന്നാണ് പോളിസിയിൽ വരുന്നത്. നമ്മളിപ്പം ഇന്ത്യയിൽ IT വന്നപ്പോൾ തന്നെ IT ആക്ട് വന്നിട്ടുണ്ടായിരുന്നു 2000. ഇപ്പം ഇന്ന് ഈ ഒരു ഇവന്റ് നടക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ലീഗൽ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അല്ലെങ്കിൽ ടെക്നോ ലീഗൽ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഒരു IT അമെൻമെന്റ് റൂൾ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എങ്ങനെയാണ് ഡേറ്റയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയും എങ്ങനെ ഇത് ചെയ്യാന്നുള്ളത്. അത് വളരെ സിമ്പിളായിട്ട് ഒരു ലേമെൻസ് പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഡേറ്റ എന്ന് പറയുന്നത് ഒരു വാട്ട് യു കോൾ ഇറ്റ്, അല്ലെങ്കിൽ ഒരു AI എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. ഒരു റൂമിൻ്റെ അകത്തുള്ള ഒരു എനർജിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് കമ്പയർ ചെയ്യാം. അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു ബൗണ്ടറി, അതിനെയാണ് നമ്മളൊരു ഡേറ്റ പ്രൊട്ടക്ഷൻ ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ IT ആക്ടിൻ്റെ കണക്ക് തന്നെ ഇപ്പം ഡേറ്റ പ്രൊട്ടക്ഷൻ അമെൻമെൻറ്റ് ആക്ട് വന്നിട്ടുണ്ട്. അത് വളരെ സ്ട്രെങ്തൻ ആണ്. അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച വന്ന അമെൻമെൻറ്റ് റൂൾ വന്നത്. ഈ അമെൻമെൻറ്റ് റൂളിൽ പറയുന്നത് നമ്മൾ ഈ ഡേറ്റയെ തന്നെ മാൻമെയ്ഡ് ഡേറ്റയുണ്ട്, സിന്തറ്റിക് ഡേറ്റയുണ്ട്. അപ്പോൾ അതിൽ എങ്ങനെയാണ് മാൻമെയ്ഡ് ഡേറ്റ എങ്ങനെ കമ്പയർ ചെയ്യണം, സിന്തറ്റിക് ഡേറ്റയ്ക്ക് എങ്ങനെ പ്രൊവിഷൻസ് കൊണ്ടുവരണം, നമ്മൾ ഇന്ത്യയിലെ കേരളത്തിലെയും മറ്റുള്ള ചാനലുകളിലും മറ്റ് ചർച്ച ചെയ്യാതെ പോയ ഒരു ആംഗിളാണ് ഈ ഒരു ഏരിയ. ഇന്ത്യയിൽ വളരെ സ്ട്രോങ് ആയി ഇത് ഓരോന്നിനും എന്താണ് അതിൻ്റെ ഒരു ഹ്യൂമൻ മെയ്ഡ് ഡേറ്റ എങ്ങനെ എടുക്കാം, അതിൽ വോയിസ് ആവട്ടെ, ടെക്സ്റ്റ് ആവട്ടെ, അത് ഇമേജസ് ആവട്ടെ, അതിനെ എങ്ങനെ ഇതിൽ മാൾട്രേഷൻ വരുത്തിയാൽ എന്തെല്ലാം നിയമ നടപടി എടുക്കാമെന്നുള്ള സിന്തറ്റിക് ഡേറ്റ എന്നുള്ള ഒരു ചേഞ്ചാണ് കൊണ്ടുവന്നത്. അപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് അത് വളരെ ഒരു സൈഡിൽ നമ്മളതിൽ ഡേറ്റ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഒരു സൈഡിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എനർജി എപ്പോഴും പുറത്തോട്ട് ബേസ്റ്റ് ആവുന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് വളരെ അതിനെ നമ്മൾ പറഞ്ഞ കണക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നമ്മൾ വളരെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അതിൽ ഉണ്ടാവാൻ പോകുന്ന ഗുണത്തെക്കാട്ടിയും ദോഷവശമാണ് വളരെ കൂടുതൽ. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഇന്ന് ഈ ചർച്ചയിൽ പറയുന്നത് തന്നെ ഈ ഇവന്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരേ സമയം നമ്മൾ ഇന്ത്യ ഓൾറെഡി സിന്തറ്റിക് ഡേറ്റ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യും, അതിന് എന്തൊക്കെ ഗൈഡ് ലൈൻ റൂൾ തന്നെ ഇന്ത്യയെ കൊണ്ടുവന്നു.
അപ്പം ഇന്ത്യ രണ്ട് സൈഡിലാണ്. ഒന്ന് ലീഗൽ പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കുമ്പം ഇപ്പം ഡേറ്റ പ്രൊട്ടക്ഷൻ എടുക്കുമ്പോഴും നമുക്ക് എങ്ങനെയാണ് ഒരു ഇൻഡസ്ട്രി എങ്ങനെയാണ് നമ്മളത് അതിൽ തന്നെ ഇപ്പം തന്നെ ഇന്നലെ നോക്കുകയാണെങ്കിൽ സുപ്രീം കോടതിയിൽ ഒരു കേസും പോയിട്ടുണ്ട്, നമ്മൾ RTA അതെങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിലോട്ട് വിട്ടേക്കുകയാണ്. അപ്പം ഇന്ത്യ അപ്പം രണ്ട് സൈഡും ബാലൻസ്ഡ് ചെയ്ത് നമ്മളൊരു സൈഡിൽ ഇൻഡസ്ട്രി വേണം, എംപ്ലോയ്മെന്റ് വേണം, അതേസമയം നമ്മളുടെ രാജ്യത്തിൻ്റെ സോവറിറ്റി നേരത്തെ പറഞ്ഞ കണക്ക് ഇൻഡിജീനിയസ് ഡെവലപ്മെൻ്റ് ആണ് ഫോക്കസ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ബാക്ക് ഓഫീസ് അല്ല, ഒരു ബ്രെയിൻ ഓഫീസായി മാറുന്ന ഒരു പെർസ്പെക്റ്റീവിലോട്ടാണ് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലീഗൽ ആസ്പെക്ട് നമ്മൾ ഇതിനെ തന്നെ ഞാനൊരു ഫോറൻസിക് ലാബ് ഇടുന്ന ആ ആംഗിളിൽ നോക്കുമ്പോൾ നമ്മൾ വരുന്ന ഡിവൈസസ് ഉണ്ട്. നമ്മൾ വരുന്ന ഡിവൈസസിൽ ഫോണിൽ തന്നെ അതിൻ്റെ യൂസസ് എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലാണ്. ഒരു സ്റ്റഡി കാണാൻ പറ്റിയത് 50 മുതൽ 60 യൂസസ് മാത്രമേ ഒരു വ്യക്തി ഒരു ഫോണിൽ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം ഈ ഇഗ്നറൻസ് ആണ് കൂടുതലും സൈബർ ക്രൈമിനോട്ട് വഴിതെളിക്കുന്നത്. അത് നമ്മൾ പറയുന്ന ഡീപ് ഫേക്ക് ആയാലും ഫിനാൻഷ്യൽ ഫ്രോഡ്സ് ആയാലും നമ്മൾ ഒരു സൈഡിൽ നമ്മൾ പറയുന്നു ഫിൻടെക്കിൽ നമ്മളുടെ അസാധ്യമായ പ്രോഗ്രസ് എന്ന് പറയുന്നു. ഒരു സൈഡിൽ ഇത്രയും യൂസേഴ്സ് നേരത്തെ പറഞ്ഞ കണക്ക് 100 കോടിയോളം ബ്രോഡ്ബാൻഡ് ഉള്ള നാട്ടിൽ ഇത്രയും 800 മില്യൺ യൂസേഴ്സ് ഇന്റർനെറ്റ് മൊബൈൽ പെനിട്രേഷൻ ഉള്ള നാട്ടിൽ ഇത്രയും യൂസേഴ്സ് ഒരു സൈഡിൽ ഇരിക്കുന്നു. അപ്പം ഡേറ്റ വേറൊരു സൈഡിലാണ്, അതെങ്ങനെ മിസ്യൂസ് വരും. പക്ഷെ അതേസമയം ഫോറൻസിക്സിൽ എങ്ങനെ യൂസ് ചെയ്യുമെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ ജിഷ മർഡർ കേസ് ഒരു ലാൻഡ്മാർക്ക് മർഡർ കേസായിരുന്നു. അതിനെക്കുറിച്ച് SIT ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ഉദാഹരണമാണ്, അവരെ കോൾ അനാലിസിസ്, അത് പെരുമ്പാവൂർ ലൊക്കേഷൻ ബേസ് ചെയ്തുള്ള അനാലിസിസ് ആണ് നടത്തിയത്. അതിൽ 20 ലക്ഷത്തോളം കോൾ അനാലിസിസ് ചെയ്താണ് ആ ഒരു ഇതിലോട്ട് എത്താൻ പറ്റിയതെന്ന് പോലീസ് ജേർണലിൽ ഒരു സ്റ്റഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഈ അതിലോട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്കത് വളരെ ഫാസ്റ്റായിട്ട് നമ്മളെ റിസോഴ്സസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതൊരു ഉദാഹരണമാണ്. അപ്പൊ നമ്മൾ ഒരു കേരള പോലീസിന്റെ ലാൻഡ്മാർക്ക് ഒരു ഫെദർ എന്ന് പറയുന്നതാണ് ആ കേസിൽ. അത് ഇന്ത്യയിലെ ജേർണൽ പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിളാണ്. ഇത്രയും ലക്ഷം ഫോൺ കോളിൽ നിന്നാണ് ഒരാളിലോട്ട് ട്രേസ് ചെയ്ത ഒരു സ്റ്റോറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിനെ ഇതിലോട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ടെക്നോളജി ഒരു ഫോറൻസിക്സിൽ എങ്ങനെ ഇതിന്റെ കുറച്ചുകൂടെ ഇൻവെസ്റ്റിഗേഷൻ ഫാസ്റ്റ് ആക്കാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് യൂസേഴ്സിന്റെ ഒരു ഇഗ്നോറൻസ്. ഇപ്പൊ നമ്മൾ ഇത്രയും പേര് യൂസേഴ്സ് നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ഫോൺ എന്ന് പറയുന്നതാണ് ഇപ്പൊ എല്ലാവരും ഫോണാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫോണിൽ വരുന്ന ഇത്രയും അതിലാകെ ഒരു 50-60 ആക്ഷൻസ് മാത്രമേ ഒരാൾ യൂസ് ചെയ്യാറുള്ളൂ. അപ്പൊ സൈബർ ക്രിമിനൽസ് എന്ന് പറയുന്നത് അതിനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇതൊരു വലിയ ഏരിയയാണ്. അപ്പൊ നമുക്കൊരു അതുകൊണ്ട് ഗവൺമെന്റ് ഇത് ഒന്നിൽ മാത്രമല്ല ലീഗൽ ഫ്രെയിം വർക്കിലും വളരെ പോസിറ്റീവാണ്. അപ്പം നമ്മൾ പലരും ചർച്ച ചെയ്യാതെ പോയ ആ ഒരു മിക്കവാറും നമ്മളെ ലോഗ് അനാലിസിസ് അതിൽ തന്നെ നമുക്ക് AI കൊണ്ടുവരാം. അങ്ങനെ ഓരോ ആസ്പെക്റ്റിലും ഇത് നമ്മളെ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് അതിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഫ്രോഡ്സ് അതെല്ലാം നമുക്ക് വളരെ കർബ് ചെയ്യാൻ പറ്റും. AI പോസിറ്റീവ് സൈഡാണ്. അഗ്രികൾച്ചറിൽ മാത്രമല്ല ഹെൽത്ത് കെയറിലും എല്ലാം ഇപ്പം ഞാനൊരു ഫോറൻസിക് ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഇതിന് വളരെയധികം ഗുണം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ലീഗൽ ഫ്രെയിം വർക്കും ഗ്രാജുവലി ഡെവലപ്പാണ്. അല്ലാതെ കെയറേജ് വിട്ടു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന വളരെയധികം അതിന്റെ ഔട്ട്കം നമുക്ക് അച്യുത് ശങ്കർ. ശരി, നൂതനാശയങ്ങളും അതുപോലെ തന്നെ AI സ്വാധീനവും ഒക്കെ തന്നെ ചർച്ച ചെയ്യുന്ന പഞ്ചദിന AI ഇമ്പാക്ട് ആഗോള ഉച്ചകോടിക്ക് രാജ്യ തലസ്ഥാനത്ത് കിട്ടുന്ന സ്വീകരണം അതുതന്നെയാണെന്ന് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഇതിനു മുൻപ് മറ്റു രാജ്യങ്ങളിൽ നടന്നെങ്കിൽ പോലും ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഉച്ചകോടി അത് ഏറെ ശ്രദ്ധ നേടുന്നുണ്ട്. ഇതിനുശേഷം ഇന്ത്യയിൽ ഉണ്ടാകുന്ന ആ AI വിപ്ലവം അതുതന്നെയാണ് ഇവരും ഉറ്റുനോക്കുന്നത്. നമ്മുടെ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ അതിഥികളായി പങ്കെടുത്ത അഡ്വക്കേറ്റ് റജി ബസന്ത്, ശ്രീ രോഹിത് കൃഷ്ണൻ, പ്രൊഫസർ അച്യുത് ശങ്കർ, ശ്രീ ജോയ് സെബാസ്റ്റ്യൻ എന്നിവർക്ക് നന്ദി അറിയിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.